കുട്ടിക്കാലവും ഓർമ്മകളുടെ ഉത്സവമാണ്. കളിച്ചും രസിച്ചും ആടിയും പാടിയുമുള്ള നിറമുള്ള കാലം. ഉത്തമമായ ഒരു വ്യക്തിത്വം രൂപപ്പെടുന്ന കാലം കൂടിയാണ് ഇത്. ഒരാളുടെ വളർച്ചയിൽ നിരവധി ആളുകളുടെ സ്വാധീനങ്ങളുണ്ട്. സമകാലീന കേരളത്തിൽ പ്രശസ്തരായവർ തങ്ങളുടെ അനുഭവങ്ങളും മാർഗനിർദ്ദേശങ്ങളും കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി പങ്കുവയ്ക്കുന്നു. മൂവാറ്റുപുഴ പട്ടണത്തിന് അഭിമാനമായി ഇന്നൊരു സ്ഥാപനമുണ്ട്, ഡെൻ കെയർ. 4000-ഓളം വ്യക്തികൾക്ക് തൊഴിൽ നൽകുന്ന ഏഷ്യയിലെ ഒന്നാമത്തെ ഡെന്റൽ ലാബ്. ഇതിന്റെ സ്ഥാപകനായ ജോൺ കുര്യാക്കോസിന്റെ ജീവിതവും വളർച്ചയും അത്ഭുതകരമാണ്. വെറും 250 രൂപയ്ക്ക് തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച ജോൺ ഇന്ന് 7.5 കോടിയിലേറെ രൂപയാണ് ശമ്പളത്തിനായി മാസം മാറ്റിവെക്കുന്നത്. തന്റെ ജീവിതത്തിന്റെ വിജയരഹസ്യങ്ങൾ എന്റെ കുട്ടിക്കാലത്തിലൂടെ ശ്രീ ജോൺ കുര്യാക്കോസ് ഇവിടെ പങ്കുവയ്ക്കുന്നു. ഒരു ബിസിനസ്സുകാരൻ എന്നും ഒരു ദൈവഭയമുള്ളയാളായിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാം കാണുന്നൊരു ദൈവമുണ്ടെന്നും ദൈവത്തെ ഒന്നും മറയ്ക്കാൻ സാധ്യമല്ലെന്നും ഏതൊരു കാര്യം നാം ചെയ്തു കൊടുക്കുമ്പോഴും ദൈവത്തിന് ചെയ്യുന്നു എന്നുള്ള ചിന്തയോടുകൂടി ചെയ്യുന്നു. എല്ലാം കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവം. മനുഷ്യൻ നമുക്ക് മറയ്ക്കാം, മനുഷ്യൻ നമുക്ക് ചതിക്കാം, മനുഷ്യൻ നമുക്ക് വഞ്ചിക്കാം. എന്നാൽ ദൈവത്തെ നമുക്ക് ഒന്നും മറയ്ക്കാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ദൈവം കാണുന്നുള്ള ചിന്ത. പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിരിക്കരുത് ഒരു ബിസിനസ് തുടങ്ങുന്നത്. പണം പിന്നാലെ വന്നുകൊള്ളും. എൻ്റെ അനുഭവം അതാണ്. ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല അന്ന് ഈ പണം ഉണ്ടാക്കണമെന്ന് ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത്. അന്ന് എൻ്റെ ചിന്ത ഈ പേഷ്യൻസിൻ്റെ കഷ്ടപ്പാടൊന്ന് മാറ്റണം. ഡോക്ടർ ഇങ്ങനെ ഈ ചെയർ സൈഡിൽ ഒരുപിടി സമയം നഷ്ടപ്പെടുത്തുന്നു, അതൊന്ന് മാറണം. അത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ഏറ്റവും നല്ല വിശ്വസ്തയോടെ എല്ലാം കാണുന്ന ദൈവമുണ്ടെന്നുള്ള ചിന്തയോടുകൂടി ചെയ്യാനിടയായതുകൊണ്ട് ദൈവം പയ്യെ പയ്യെ പടിപടിയായി എന്നെ വളർത്തി. ഇപ്പം ഞാനൊരു വർക്ക് ചെയ്തു കൊടുക്കുന്നു. എൻ്റെ പിതാവിന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, എൻ്റെ മാതാവിന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ എത്ര ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കും. എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ മക്കൾക്കോ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, അല്ല എൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, അല്ല ഇനി ഇവിടുത്തെ ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക്, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സാറിൻ്റെ വർക്ക് ഞങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കണമെങ്കിൽ എത്ര ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ സ്റ്റാഫ് മീറ്റിങ്ങിലും മാത്രമല്ല ഇവിടെ മൈക്ക് എടുത്തിട്ട് ഞാൻ ഇടയ്ക്ക് അനൗൺസ് ചെയ്യാറുണ്ട്, നിങ്ങൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു ഡോക്ടർ എങ്ങനെ ശ്രദ്ധാപൂർവ്വം ഒരു ഓപ്പറേഷൻ ചെയ്യുന്നു അതുപോലെ ശ്രദ്ധയോടുകൂടി വേണം ഓരോ വർക്കും ചെയ്യാനെന്ന്. അതും ഇനി നിങ്ങളുടെ സ്വന്തം അമ്മയുടെ ഒരു ഓപ്പറേഷൻ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ എങ്ങനെ നിങ്ങൾ ചെയ്യും? നിങ്ങളുടെ ഭാര്യയുടെ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യും? അതുപോലെ ശ്രദ്ധാലുക്കളായിട്ട് വേണം എപ്പോഴും ചെയ്യാനെന്ന്. മാത്രമല്ല ഒരു പാവപ്പെട്ട പേഷ്യൻ്റ്, അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇത്രയും പണം മുടക്കി ഒരു പല്ല് വയ്ക്കുന്നു. അത് ഒരുപക്ഷെ അവർ വിവാഹം നടക്കാത്തതുകൊണ്ട് ഫ്രണ്ടിലത്തെ പല്ല് ഒരു 5-6 പല്ല് വയ്ക്കണമെങ്കിൽ എത്രയോ പണം ചെലവ് ചെയ്താണ് അവർ ചെയ്യുന്നത്. നമ്മെ സംബന്ധിച്ച് നമ്മൾ ആയിരക്കണക്കിന് വർക്കുകൾ ഓരോ ദിവസവും, ആയിരക്കണക്കിന് പല്ലുകൾ നമ്മൾ ഓരോ ദിവസവും ഉണ്ടാക്കുന്നു. പക്ഷേ ആ ഒരു കിട്ടുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലുതാണത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ദൈവഭയത്തോടു കൂടി തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്കാണ് ചെയ്യുന്നുള്ള ചിന്തയോടുകൂടി ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഏതൊരു വർക്കിനകത്തും ഉഴപ്പാൻ സാധ്യമല്ല എന്ന് ഞാൻ കൂടെ ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളം വ്യവസായത്തിന് പറ്റിയ മണ്ണല്ല എന്നാണ് പലരും പറയുന്നത്. ഞാനും അത് കേട്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ കേരളം പോലെ വ്യവസായത്തിന് പറ്റിയൊരു മണ്ണില്ലെന്നാണ്.
പൊതുവേ കേരളത്തിലെ ജോലിക്കാർ മനുഷ്യർ നല്ലവരല്ല, അവർ സമരം ചെയ്യും, അങ്ങനെയെല്ലാമാണ് ആളുകൾ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ 30 വർഷമായിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഈ 4000 ജോലിക്കാരുണ്ട്. ഒരു മനുഷ്യർ പരസ്പരം ഇവിടെ യൂണിയനുണ്ട്, യൂണിയൻ ഉണ്ടാക്കണമെന്നും എനിക്കൊരു ഭയമുള്ള കാര്യമല്ല. ഇവിടെ യൂണിയൻ ഉണ്ട് താനും. യൂണിയൻ്റെ പേരെന്താണെന്നറിയാമോ? മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റാഫ് യൂണിയൻ. അങ്ങനെ ഒരു യൂണിയൻ മാത്രമേ ഉള്ളൂ. ഞങ്ങളിതൊരു കുടുംബം പോലെയാണ് കഴിഞ്ഞു കൂടുന്നത്. എന്തൊരു നല്ല മനുഷ്യർ, എന്തൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ. ഞാൻ മുഴുവൻ 100% ആളുകളും എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യുന്നവരെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ ഒരു നല്ല ശതമാനം ആളുകൾ, ഒരു 99% ആളുകളും ഏറ്റവും നല്ല അവരുടെ സ്വന്തം സ്ഥാപനം പോലെ അവർ നോക്കുന്നു. എന്നേക്കാൾ ആത്മാർത്ഥമുള്ളവരാണ് ശരിക്കും, ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ ജോലിക്കാർ. എന്തൊരു കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്യുന്നു, ഏതെല്ലാം കാര്യങ്ങൾ സ്വന്തം പോലെ ചെയ്യുന്നു, എല്ലാ കാര്യത്തിനതും. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അവരെ സ്നേഹിക്കുന്നു, ഞാൻ അവരെ ആദരിക്കുന്നു. എനിക്ക് മതമില്ല, ഇന്ന മതമൊന്നും എനിക്ക് ചിന്തയില്ല. താഴ്ന്ന ജാതിക്കാരെന്നോ ഉയർന്ന ജാതിക്കാരെന്നോ ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല. മനുഷ്യരെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയ എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അവർ ഇന്ന് വിവിധ മതങ്ങളിലും വിവിധ സഭകളിലും വിവിധ ആരാധനകളിലും എല്ലാം പങ്കെടുക്കുന്നു. പക്ഷേ ഇവിടെ ഞങ്ങൾ ഒരൊറ്റ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നു. ഇവിടെ ഞങ്ങൾ മതം പറയാറില്ല, ഏത് മതമാണെന്ന് ഞങ്ങൾ ചോദിക്കാറ് പോലുമില്ല. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കുടുംബം പോലെ ഇവിടെ കഴിഞ്ഞുകൂടുന്നു. ഇവിടെ എല്ലാവരും തുല്യരാണ്. ഭക്ഷണം കഴിക്കാൻ പോകണമെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാലും അവിടെ മറ്റേ ക്യാൻറ്റീനിൽ പോയി അവിടെ ക്യൂ നിന്നോളണം. ക്യൂവിൽ പോയി നിന്നാലേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ചായ കുടിക്കണമെങ്കിൽ ഞാൻ ആദ്യം ഗ്ലാസ് എടുത്ത് കഴുകി ചായ കുടിക്കാം. കുടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ആ ഗ്ലാസ് അവിടെ കഴുകി വയ്ക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഞാനും ആദ്യം ആരാണെങ്കിലും ഇന്നയാളെന്നില്ല, എല്ലാവരും ക്യൂവിൽ നിന്ന് പ്ലേറ്റ് എടുത്ത് അവർ തന്നെ പ്ലേറ്റ് കഴുകി ഭക്ഷണം കഴിക്കാം. അല്ല, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പ്ലേറ്റ് വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ട് എനിക്കാണെങ്കിലും പോരാൻ പറ്റുള്ളൂ, ബാക്കി മുഴുവൻ സ്റ്റാഫിനും അങ്ങനെ പോരാൻ പറ്റുള്ളൂ. നാളുകളായിട്ട് ഇതെല്ലാം ഒരു ശീലമായി വരുന്നു. ഞങ്ങളൊരൊറ്റ കുടുംബം പോലെ കഴിയുന്നു. എല്ലാവരും തുല്യരാണെന്നുള്ളൊരു ചിന്ത. മറ്റൊരു ചിന്ത, എൻ്റെ ഉള്ളിൽ രൂഢമൂലമായിരിക്കുന്ന ഒരു ചിന്ത എന്താണെന്നറിയാമോ? ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ എന്ത് നടക്കും? ഒരു നിഷേധാത്മക ചിന്ത ഞാൻ പറയല്ല. ഞാൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ വിചാരിച്ചാൽ എത്ര പല്ലുണ്ടാക്കും? ഒരു ഏറിയാൽ ഒരു 3 എണ്ണം ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. എന്നാൽ ഇന്ന് ഞങ്ങൾ എത്രയോ പല്ലുകൾ, വിവിധ തരങ്ങളിലുള്ള പല്ലുകൾ, എത്രയോ പല്ലുകൾ ഒരു ദിവസം ഉണ്ടാക്കുന്നു. 3500ഓളം പല്ലുകൾ ഞങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കുന്നു. ഇത്രയോ ആളുകൾ, അവരില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും വളരാൻ കഴിയില്ലെന്നുള്ള ചിന്ത. അതുകൊണ്ട് അവരെയും ഒപ്പം ഞാൻ വളരുന്നതോടൊപ്പം, ഞങ്ങളുടെ സ്ഥാപനം വളരുന്നതോടൊപ്പം എല്ലാവരും ഒരുമിച്ച് വളരുന്നുള്ള ചിന്ത. അവരുടെ നന്മയിൽ ഞാൻ സന്തോഷിക്കുന്നു. അവർക്ക് അഭിവൃദ്ധി വരുമ്പോൾ, അവരൊരു നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ, ഒരു നല്ല മനോഹരമായൊരു കാറ്, നല്ല വില കൂടിയൊരു കാറ് മേടിക്കുമ്പോൾ എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. അവരുടെ നന്മയിൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നു. കരയുന്നവരോട് കരയുന്നു, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുന്നു. ക്രിസ്തു പഠിപ്പിച്ച പ്രമാണം അതെൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഞാനത് പകർത്താൻ ശ്രമിക്കുന്നു. ഈ സ്ഥാപനം അതുകൊണ്ട് ഞങ്ങൾ വിളിക്കുന്നത്, ഈ സ്ഥാപനത്തെ ഒരു സെക്കൻഡ് ഹോം എന്ന് പറഞ്ഞാൽ ഡെൻ കെയർ ഫാമിലി എന്നാണ് ഞങ്ങൾ ഇതിനെ വിളിക്കുന്നത്. ഒരു ബിസിനസ്സുകാരൻ എന്നും ഒരു ഡിസിപ്ലിൻഡ് വർക്കറായിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അവൻ എല്ലാ കാര്യത്തിനും, നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യം നമുക്ക് എങ്ങനെ മറ്റുള്ളവരോട് പ്രസംഗിക്കാൻ കഴിയും? നമ്മുടെ ജീവിതത്തിൽ മാതൃകാപരമായിട്ട് നമ്മൾ പെരുമാറുന്നില്ലെങ്കിൽ എങ്ങനെ ആളുകൾ നമുക്ക് ആ വഴിയിലേക്ക് വരാൻ നമുക്കവരെ നയിക്കാൻ കഴിയും? ആ വഴിയിലൂടെ എങ്ങനെ ശരിയായി, ഞാൻ പോകുന്ന വഴിയിലൂടെയല്ലേ എനിക്ക് മറ്റൊരാളെ നയിക്കാൻ കഴിയുള്ളൂ. ഞാൻ കൃത്യസമയത്ത് ഓഫീസിൽ വരുന്നു. ഞാൻ ജോലിയിൽ ഒരിക്കലും ഉഴപ്പാറില്ല. എൻ്റെ ജോലി ഞാൻ ഒരിക്കലും നീട്ടിവെക്കാറില്ല. ഞാൻ ചെയ്യേണ്ട സമയത്ത് കൃത്യമായി എൻ്റെ ജോലി ചെയ്യുന്നു. എന്നെ സംബന്ധിച്ച് ഈ ജോലി എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ ശമ്പളം മേടിച്ചാണ് ജോലി ചെയ്യുന്നത്. ആ ശമ്പളം എടുത്ത് മാത്രമേ ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ചിലവാക്കാറുള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങി 25 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു വീട് വെച്ചത്. സാധാരണ ബിസിനസ്സുകാർ പലരും പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്?
ഒരുവിധം പൈസയൊക്കെ കിട്ടിത്തുടങ്ങി, ബിസിനസ് ഒരുവിധം മെച്ചത്തിലേക്കായി എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഉടനെ തന്നെ വീട് വെക്കണം എന്നുള്ള ആഗ്രഹം വരും. പിന്നെ ഉടനെ ഒരു കാറ് മേടിക്കണം എന്നുള്ള ചിന്ത വരും. ഇത്രയും വരുമാനമുണ്ടല്ലോ. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്നിരിക്കട്ടെ. ആ 1 ലക്ഷം രൂപ വരുമാനം ഉള്ളപ്പോൾ ഈ വരുമാനം ഏത് സമയത്തും വേണമെങ്കിൽ നിന്ന് പോകാവുന്നതാണെന്നുള്ള ചിന്തയോടുകൂടി ബിസിനസ്സിൻ്റെ ബേസ് ഉറപ്പിക്കാതെ ഒരിക്കലും നാം മറ്റ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് പണം ഒരിക്കലും വിഡ്രോ ചെയ്യരുതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. 25 വർഷത്തിന് ശേഷമാണ് ഞാൻ വീട് വെച്ചത്. 25 വർഷം കാത്തിരുന്നു അതിന് വേണ്ടിയിട്ട്. ആ വീട് വെച്ചതോ എൻ്റെ ശമ്പളത്തിൽ നിന്നെടുത്താണ് ആ വീടിൻ്റെ ലോൺ അടയ്ക്കുന്നത്. ഞാൻ ഒരിക്കലും ബിസിനസ്സിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാറില്ല. വേറൊരു ആവശ്യത്തിനും ബിസിനസ്സിൽ നിന്ന് വക മാറ്റി പണം ചെലവ് ചെയ്യാറില്ല. മാത്രമല്ല, ജോലി മറ്റുള്ളവർ 9 മണിക്കൂറാണ് ജോലി ചെയ്യണമെങ്കിൽ ഞാനൊരു 12 മണിക്കൂറെങ്കിലും ജോലി ചെയ്യണം. മാത്രമല്ല, ഞാൻ മറ്റുള്ളവർ എന്നെപ്പോലെ തന്നെ കഠിനാധ്വാനം ചെയ്യും, കഷ്ടപ്പെടും എന്ന് നാം ചിന്തിക്കരുത്. ഒരു ജോലിക്കാരനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഹിസ് ലൈഫ്. ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അവൻ്റെ ജോലി. ഫോർ മീ, എന്നെ സംബന്ധിച്ച് ഇറ്റ് ഈസ് മൈ ലൈഫ്. എൻ്റെ മുഴുവൻ ജീവിതമാണ് ഈ ബിസിനസ്. കാരണം ഇത് ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഒരു പാളിച്ച വന്നാൽ എനിക്ക് മാത്രമല്ല, ഇന്ന് ഞങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന 4000-ഓളം ജോലിക്കാർ. 4000 ജോലിക്കാർ മീൻസ് 4000 കുടുംബങ്ങളാണ് ഞങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യത്തിൽ പോലും ഒരു പാളിച്ച വരാതെ ഏറ്റവും സൂക്ഷ്മതയോടെ ദൈവത്തിൽ ആശ്രയിച്ച് ഒരു ആറ്റത്തിൽ പോലും ഒരു കുഴപ്പം വരാതെ ഏറ്റവും ശ്രദ്ധാപൂർവമാണ് ഓരോ നിമിഷവും ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ പോകണമെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. എല്ലാ ബിസിനസ്സുകാരും അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സക്സസ് ഉറപ്പാണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോലി അത്യാവശ്യക്കാരനായിരിക്കണം അവർ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത. ഞങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ചിലരോട് ചോദിക്കും, കുറച്ചധികം നേരം സംസാരിക്കാറുണ്ട്. ഇൻ്റർവ്യൂ ബോർഡിൽ ഏതാനും ചില ആളുകളുണ്ട്, അവർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. അവർ ചോദിക്കുന്നതിൻ്റെ ആകെ തുക അവർ ജോലി ആവശ്യക്കാരാണോ അഥവാ അത്യാവശ്യക്കാരാണോ? വെറും ആവശ്യക്കാർക്കല്ല, അത്യാവശ്യക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രമാണം. ചിലർ വന്നിട്ട് പറയും, ഭർത്താവ് ഗൾഫിലാണ്, ഭർത്താവ് വർഷത്തിൽ 1 പ്രാവശ്യം വരുവുള്ളൂ, കുട്ടികളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ വെറുതെ തന്നെ ഇരിക്കണം, അതുകൊണ്ട് നേരം പോക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് തന്നെ അവിടെ അണ്ടർസ്റ്റുഡ് ആണല്ലോ. ഒരിക്കലും അങ്ങനെയുള്ള ആളുകൾ ഞങ്ങൾ ജോലിക്ക് എടുക്കാറില്ല. അവർ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ചൊവ്വാവുകയുമില്ല. ഞങ്ങൾ ചിലരെയെല്ലാം വളരെ മുൻകാലങ്ങളിൽ എടുത്തിട്ടുണ്ട്. ജോലി അത്യാവശ്യക്കാരനല്ലാത്ത ഒരു വ്യക്തിയെപ്പോലും, അത്യാവശ്യക്കാരില്ലാത്ത ഒരു വ്യക്തികളെ പോലും ഇവിടെ ജോലിക്ക് ഞങ്ങൾ കയറ്റാറില്ല. ഇന്ന വിദ്യാഭ്യാസം വേണമെന്നോ, ഒരു മിനിമം വിദ്യാഭ്യാസം വേണമല്ലോ, എന്നാൽ ഒരു ഇന്ന വിദ്യാഭ്യാസം വേണമെന്നോ അല്ലെങ്കിൽ ഇന്ന ഡിഗ്രി വേണമെന്നോ അല്ലെങ്കിൽ അതിലെല്ലാം ഉപരിയായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോലി കൂടിയേ കഴിയൂ, ജോലിയില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് നിർബന്ധമുള്ള ആളുകൾ മാത്രമേ ജോലിക്ക് എടുക്കാറുള്ളൂ. എനിക്ക് 4 മക്കളാണുള്ളത്. മൂത്തയാൾ BDSന് പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ BDSന് പഠിക്കാൻ പോകാനായിട്ട് ഇപ്പോൾ ഒരുങ്ങുന്നു. മൂന്നാമത്തെ ആൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 4ാമത്തെ ആൾ ഏറ്റവും ഇളയ മകൻ, അവൻ 5ലാണ് പഠിക്കുന്നത്. എനിക്ക് മക്കളെ പറ്റിയുള്ള കാഴ്ചപ്പാട്, ഞാനൊരിക്കലും അവരെ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ, പഠിക്കാൻ പറയാറില്ലെന്നല്ല, ഒരുപാട് പഠിച്ച് വലിയ ഉയർന്ന നിലവാരത്തിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ മനുഷ്യരോട് ഏറ്റവും മനുഷ്യത്വപരമായി പെരുമാറാൻ പഠിക്കണമെന്ന് ഞാൻ അവരെ പറഞ്ഞ് ശീലിപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ കഥകളെല്ലാം, എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെല്ലാം, ഒന്നുമില്ലായ്മ ദൈവം എന്നെ ഉയർത്തിയെന്ന് മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും പറയാൻ ഞാൻ അവരുടെ അടുത്ത് ഒരല്പം സമയം ഞാൻ കണ്ടെത്താറുണ്ട്. അവരെ പല കാര്യങ്ങളും ഞാൻ പരിചയിപ്പിക്കാറുണ്ട്. ഞങ്ങൾ ക്രിസ്മസ്, ഓണം അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലെല്ലാം അനാഥാലയങ്ങൾ സന്ദർശിക്കാൻ പോകാറുണ്ട്. പല സ്ഥലങ്ങളിലും ഞങ്ങൾ അങ്ങനെ പോകുന്നു. അവരോടൊത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഞാൻ ഊന്നൽ കൊടുക്കുന്നു. പല ഈ ഹോസ്പിറ്റലിലെല്ലാം അവരെ കൊണ്ടുപോകുന്നു. ജീവിതം ഇത്രയ്ക്കല്ലേ ഉള്ളൂ, എത്ര നൈമിഷികമാണ് ജീവിതം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഞാൻ അവർക്ക് കൊടുക്കാൻ എന്നാലാവുമെന്ന് ഞാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ മക്കളെ പറ്റിയുള്ള എൻ്റെ ശരിയായ കാഴ്ചപ്പാട്, അവർ ഈ ഭൂമിയിൽ എത്ര ഉയർന്നാലും ഉയർന്നില്ലെങ്കിലും, ഉയരണമെന്ന് കാരണവന്മാർ ആഗ്രഹിക്കുമല്ലോ, തീർച്ചയായിട്ടും മാതാപിതാക്കൾ ആഗ്രഹിക്കുമല്ലോ. എന്നാൽ
അവർ എത്രമാത്രം ഈ ഭൗതികമായിട്ട് ലൗകികമായിട്ട് ഉയരുന്നു എന്നതിനേക്കാൾ അവർ ആത്മീയമായിട്ട് ഒരു വെളിച്ചമുള്ളവരായി, അവർ പിശാചിൻ്റെ പിടിയിൽ അകപ്പെടാതെ ക്രിസ്തു ഉള്ള മക്കളായി, ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായി, ക്രിസ്തുവിൻ്റെ സുവിശേഷകരായി തീരണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ബിസിനസ് സംബന്ധമായി അതിൻ്റെ പഠനാവശ്യങ്ങൾക്കായും ട്രെയിനിങ്ങിനായും വിവിധ കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യാനായിട്ടും എല്ലാം വിവിധ രാജ്യങ്ങളിലൂടെയെല്ലാം സഞ്ചരിക്കാൻ എനിക്ക് ഇട വന്നിട്ടുണ്ട്. 1992 അവസാനമാണെന്നാണ് എൻ്റെ ഓർമ്മ. ആദ്യമായി ഞാൻ ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്വിറ്റ്സർലൻഡിൽ പോകാനിടയായത്. അന്ന് ഐവോക്ലർ കമ്പനിയിൽ അവിടെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി പോകാനിടയായി. അവിടെ ഞങ്ങൾക്ക് ട്രെയിനിങ് തന്ന സൈബർ ഹിൽബെ എന്ന് പറഞ്ഞ ഒരു ട്രെയിനറാണ് അദ്ദേഹം. അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ കാഴ്ചപ്പാട് ഒന്നോടെ മാറിയത്. നാം ഇന്ത്യക്കാരെ സംബന്ധിച്ച് നാം പെർഫെക്ഷനിസ്റ്റുകളല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് ആ ചിന്താഗതി മാറി വന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇത്രയൊക്കെ മതി, ഇത്രയും ലെവൽ വരെ പോയാൽ മതി, ഇതൊക്കെ മതിയല്ലോ എന്നുള്ളൊരു ചിന്താഗതി, അതൊരു അലംഭാവത്തോടുള്ള ചിന്താഗതിയാണ്. എന്നാൽ ഒരു ഫോറിനറെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡ്, ജർമ്മനി അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളെയെല്ലാം നേരിട്ട് പരിചയപ്പെടാനും അവരുമായിട്ട് ബന്ധപ്പെടാൻ ഇടയായപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, അവർ പെർഫെക്ഷനിസ്റ്റുകളാണ്. അവർ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ്. മാത്രമല്ല അവരുടെ ജീവിതത്തിലെ ജീവിതത്തോടുള്ള അവരുടെ കാഴ്ചപ്പാട് തന്നെ വളരെ സത്യസന്ധരായി അവർ പെരുമാറുന്നു. അവർക്ക് ഒരു വളവും പളവും ഇല്ലാത്തവരാണ്. നമ്മുടെ ആളുകളെ സംബന്ധിച്ച് നാം നോക്കുമ്പോൾ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല, എന്നാൽ അവർ വളരെ ഇൻറ്റഗ്രിറ്റി എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവരാണ്. തീർച്ചയായിട്ടും ഒരു ജർമ്മൻ സായിപ്പ് ഒരിക്കലും ഒരു കള്ളത്തരോ സൂത്രോ കൗശലോ ഒന്നും ചെയ്യില്ല. അവരാ നേരെ പോ ചൊവ്വയുള്ള ആ പ്രകൃതമാണ് അവർക്കുള്ളത്. ഞാനതിന് വളരെ ഊന്നൽ കൊടുത്തുകൊണ്ട് ഇവിടെയുള്ള ആളുകളെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെ അന്ന് ഈ 92-ൽ ചെന്നപ്പോഴാണ് ശരിയായൊരു കാഴ്ചപ്പാട് എനിക്ക് കിട്ടിയത്. ഫോറിനർ അവരും മനുഷ്യരാണ്, നാമും മനുഷ്യരാണ്. അവർക്ക് ഇതെല്ലാം ഇത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് അങ്ങനെ ചെയ്യാൻ ആരംഭിക്കാനും, അതുകൊണ്ട് ഏറ്റവും നല്ല പെർഫെക്റ്റായിട്ട് ക്രൗൺ ചെയ്യാൻ ഇടയായതും, ക്രൗണും ബ്രിഡ്ജും എല്ലാം ചെയ്യാൻ ഇടയായതും എല്ലാം അത് എൻ്റെ യാത്രയിൽ എനിക്ക് കിട്ടിയ ആ കാഴ്ചപ്പാടിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. ഞാൻ പരമദരിദ്രനായിട്ടാണ് ജനിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുത കൃപയാൽ ദൈവം എന്നെ വളർത്തി, ദൈവം എനിക്ക് എല്ലാം തന്നു. ഈ ഭൂമിയിലെ സൗഭാഗ്യങ്ങളെല്ലാം ദൈവം എനിക്ക് തന്നു. എനിക്ക് നല്ല ഭാര്യയെ തന്നു, നല്ല കുഞ്ഞുങ്ങളെ തന്നു. എൻ്റെ ഭാര്യ ഇവിടുത്തെ ക്വാളിറ്റി കൺട്രോളറാണ്. എല്ലാം ദൈവം എനിക്ക് തന്നു. ഞാനൊരു സൈക്കിൾ മേടിക്കാൻ കൊതിച്ചിട്ടുണ്ട്. എന്തിനാ മേടിക്കാൻ? ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അന്ന് ഒരു റോയ്ക്ക് മാത്രമേ ഒരു സൈക്കിളുള്ളൂ. അതൊന്ന് ഉന്താൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം എനിക്ക് ഒന്നിലേറെ വാഹനങ്ങൾ തന്നു. സ്റ്റാഫിനെ കൊണ്ടുവിടുവാനുമായിട്ട്, ഷിഫ്റ്റെല്ലാം കഴിഞ്ഞ് വീടുകളിൽ കൊണ്ടുവിടുവാനെല്ലാമായിട്ട് ഏതാണ്ട് 60ഓളം വാഹനങ്ങൾ ഞങ്ങൾക്കുണ്ട്. ബസ്സുകൾ തന്നെയുണ്ട്, ബസ്സുകളും ട്രാവലറും എല്ലാമായിട്ട്. പലതും സ്വർഗത്തിലെ ദൈവം എനിക്ക് ദാനമായി തന്നു. പലതും എനിക്ക് ദൈവം തന്നു. ഞാൻ ദാനമായി തന്നു പറയുമ്പോൾ ദൈവം നൂലെ കെട്ടി ഇറക്കിക്കൊണ്ട് തന്നല്ല. ഞാൻ കഷ്ടപ്പെട്ടില്ല, അധ്വാനിച്ചില്ല എന്നല്ല. ഞങ്ങളെല്ലാം കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു, ദൈവം എല്ലാം തന്നു. മാത്രമല്ല, ഒരു മാസം 250 രൂപ ശമ്പളത്തിന് ഞാൻ മൂവാറ്റുപുഴ പട്ടണത്തിൽ വന്നത്. മാസശമ്പളം 250. എന്നാൽ അവിടുന്ന് ഇന്നൊരു മാസം ശമ്പളം കൊടുക്കാൻ ഏതാണ്ട് 7.25 കോടി രൂപയോളം വേണം. ഞാൻ ഒരു കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, പൊട്ടൻ എന്നാണ് എന്നെ വിളിച്ചിരുന്നത്. എന്നാൽ എനിക്ക് യൂണിവേഴ്സിറ്റി തന്നെ ഏറ്റവും കൂടുതൽ മാർക്കോടെ ഞാൻ ഡെൻ്റൽ ടെക്നീഷ്യൻ കോഴ്സ് പാസ്സായി. അങ്ങനെ എനിക്ക് എല്ലാം ദൈവം തന്നു. എന്നാൽ ഞാൻ ആകമാനം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മനുഷ്യന്
തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നേടിയാലും എല്ലാം ശവക്കുഴിയിൽ തീർന്നു പോകുന്നുള്ള സത്യമായൊരു യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായി. എന്തെല്ലാം ഉണ്ടെങ്കിലും ആകെ ഒറ്റയ്ക്കൊരു കാര്യം മാത്രമേ നിലനിൽക്കൂ എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ ദൈവം ബോധ്യം തന്നു. CT സ്റ്റഡ് സുപ്രസിദ്ധ കളിക്കാരനായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മരണക്കിടക്കടുത്ത് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ജസ്റ്റ് വൺ ലൈഫ്, ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്, ഓൺലി ദാറ്റ് വിച്ച് ഈസ് ഡൺ ഫോർ ക്രൈസ്റ്റ് എലോൺ വിൽ ലാസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത് മാത്രമേ നിലനിൽക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. സുപ്രസിദ്ധമായ വാക്യമാണത്. എൻ്റെ ജീവിതത്തിലും എന്നെ നയിക്കുന്ന ഒരു കാര്യം, ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം തീർന്നു പോകുമെന്ന്. മേരി ബെനിഞ്ഞ എന്ന് പറഞ്ഞ സിസ്റ്റർ ഒരു കവയിത്രി പാടിയിട്ടുണ്ട്. ഒരിക്കലീ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ ഫലിച്ചിട, തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണിതാകയാൽ കരത്തിലുള്ളതൊക്കെയും നാം അതിർത്തിയിൽ ത്യജിക്കണം. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ, പിന്നെ എന്ത് ശങ്ക ഈ നമുക്ക് മാറ്റമൊന്നുമില്ലതിൽ. എല്ലാം തീരുമെന്ന് ഒരു ദിവസം. എന്തെല്ലാം ഉണ്ടെങ്കിലും എല്ലാം വിട്ടിട്ട് അക്കരെ നാട്ടിലേക്ക് പോകേണ്ടവരാണ് നാം എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട സിസ്റ്റർ വീണ്ടും പറയുകയാണ്, ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്തിനന്ത്യയാത്രയിൽ, അഹന്ത കൊണ്ടഴുക്കു വെട്ടിടാത്ത പുണ്യമൊന്നു താൻ വരുത്തിടും മഹത്തരം പ്രയോജനം പരത്തിലും. വേറെ എന്തെല്ലാം ഉണ്ടായാലും എല്ലാം വിട്ടിട്ട് ഒരു ദിവസം നാം അക്കരെ നാട്ടിലേക്ക് കടന്നു പോകണം. അതുകൊണ്ട് അഹന്ത കൊണ്ട് അഴുക്കു വെട്ടിടാത്ത പുണ്യമൊന്നു താൻ വരുത്തിടും മഹത്തരം പ്രയോജനം പരത്തിലുമെന്ന്. എന്തെല്ലാം ഉണ്ടെങ്കിലും എല്ലാം വിട്ടിട്ട് പോകേണ്ടി വരും. കുമാരനാശാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഇതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന്. വിവേകികളായിട്ടുള്ള മനുഷ്യർ, ബുദ്ധിമാന്മാരായ മനുഷ്യർ അന്യജീവൻ ഉതകി സ്വജീവിതം, സ്വന്തം ജീവിതം എനിക്ക് വേണ്ടി മാത്രമല്ല അല്ല, എൻ്റെ സ്വന്തം പണം, എൻ്റെ സ്വന്തം സമ്പത്ത് അത് എനിക്ക് മാത്രം ഇങ്ങനെ കൂട്ടി വെച്ച് എല്ലാം എനിക്കും എൻ്റെ തലമുറയ്ക്കും വേണ്ടിയിട്ട് ലോങ് ഇയേഴ്സിന് വേണ്ടിയിട്ട് വെക്കാനുള്ളതല്ല. എനിക്കും മാത്രമല്ല, എൻ്റെ കൂടെയുള്ളവർക്കും മാത്രമല്ല, ദുരിതം അനുഭവിക്കുന്ന അനേകർക്ക് ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയാതെ സഹായിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ പ്രമാണമാണ്. അതുകൊണ്ട് വാക്കുകളുടെ മുഴക്കമല്ല, ജീവിതത്തിൻ്റെ തിളക്കം കാണിച്ചുകൊണ്ട് ജീവിക്കുവാൻ എനിക്കിടയാകണം. അതെൻ്റെ ജീവിതത്തിലൊരു ഒരു പ്രമാണമാണ്. മാത്രമല്ല, എന്നെ ഞാനാക്കിയ യേശുക്രിസ്തുവിനെ, ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ വളർത്തി ഉയർത്തി ഇത്രത്തോളം കൊണ്ടുവന്ന് ഇത്രത്തോളം ഐശ്വര്യങ്ങളും സമ്പത്തും എല്ലാം തന്ന എൻ്റെ ജീവനായകനെ എനിക്ക് സാക്ഷിച്ചുകൊണ്ട് എൻ്റെ ജീവിതം തീർന്നു പോകണം. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൊതി.